നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. SNDP യോഗം കാഞ്ഞിരപ്പറ്റ ശാഖയുടെ ഗുരുദേവ മന്ദിരത്തിലെ ശ്രീനാരായണ ഗുരുവിന്റെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ 18-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മൂലമറ്റം സെന്റ് ജോസഫ് കോളേജിൽ ദേശീയ വിദ്യാഭ്യാസ ഫെസ്റ്റ് തുടക്കമായി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പ്ലൈവുഡ് വ്യവസായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ വനം വന്യജീവി വകുപ്പ് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി യോഗം ചേർന്നു. നരകത്തിയിൽ വെന്തുമരിക്കണമെന്ന ശാപവാക്ക് ചൊരിഞ്ഞവർ മാണിസാറിന്റെ സ്മാരകം പണിയാൻ സ്ഥലം അനുവദിച്ചത് സന്തോഷകരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 91ാം വാർഷികാഘോഷം നടത്തി. TJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. SNDP യോഗം കാഞ്ഞിരപ്പറ്റം ശാഖയുടെ ഗുരുദേവ മന്ദിരത്തിലെ ശ്രീനാരായണ ഗുരുവിന്റെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ 18-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈക്കം ബെന്നിശാന്തികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ നടത്തും. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഗുരുമന്ദിര സമർപ്പണവും പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. ചടങ്ങിൽ ശാഖയിലെ ഒരു കുടുംബത്തിന്റെ ഭവനം നവീകരിച്ച് വാസയോഗ്യമാക്കി നൽകുന്നതിന്റെ താക്കോൽദാനം മന്ത്രി VN വാസവനും നിർവഹിക്കും. SNDP യോഗം തൊടുപുഴ യൂണിയൻ 1137 നമ്പർ കാഞ്ഞിരപ്പറ്റം ശാഖ വജ്രജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ ശാഖാംഗങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന ഗുരുദേവ മന്ദിരവും ഓഫീസ് സമുച്ചയവും യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഗുരുദേവ മന്ദിരത്തിലെ ശ്രീനാരായണ ഗുരുവിന്റെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠയും ചേതോഹരമായ നിർമ്മിതികളുടെ സമർപ്പണവും ജനുവരി 18-ന് രാവിലെ 10:30-ന് ആചാര്യ ശ്രേഷ്ഠന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിലും വിശിഷ്ട വ്യക്തികളുടെ മഹത് സാന്നിധ്യത്തിലും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കും. ഇതോടൊപ്പം ശാഖയിലെ ഒരു നിർധന കുടുംബത്തിന്റെ ഭവനം നവീകരിച്ച് വാസയോഗ്യമാക്കി നൽകുന്നതിന്റെ താക്കോൽദാനം സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിക്കും. പ്രതിഷ്ഠാ ദിനത്തിൽ രാവിലെ 6-ന് മഹാഗണപതി ഹോമം, 7:30-ന് പീഠപൂജ, 8-ന് കലശപൂജ എന്നിവ നടക്കും. തുടർന്ന് 10:10-നും 10:40-നും ഇടയിൽ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠ വൈക്കം ബെന്നിശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. തുടർന്ന് മഹാസമ്മേളനം. ശാഖാ പ്രസിഡന്റ് MK വിശ്വംഭരൻ സ്വാഗതം ആശംസിക്കും. വനിതാ സംഘം കേന്ദ്ര സമിതി പ്രസിഡന്റ് കൃഷ്ണകുമാരി ആദരിക്കൽ ചടങ്ങ് നടത്തും. PT ഷിബു, പ്രീതി നടേശൻ എന്നിവർ ചേർന്ന് ശാഖ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ അധ്യക്ഷത വഹിക്കും. R ബാബുരാജ് ശാഖ കമ്പ്യൂട്ടറൈസേഷൻ ഉദ്ഘാടനം നിർവഹിക്കും. ശിവഗിരി മഠത്തിലെ മഹാദേവാനന്ദ സ്വാമികൾ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും. വനിതാ സംഘം കേന്ദ്ര സമിതി സെക്രട്ടറിയും സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണുമായ സംഗീത വിശ്വനാഥും മുഖ്യ പ്രഭാഷണം നടത്തും. വൈക്കം ബെന്നിശാന്തി അനുഗ്രഹ പ്രഭാഷണം നടത്തും. വാർഡ് കൗൺസിലർ രേണുക രാജശേഖരൻ, യൂണിയൻ കമ്മിറ്റി അംഗം KK മനോജ്, യൂണിയൻ കമ്മിറ്റി അംഗം AB സന്തോഷ്, യൂണിയൻ കമ്മിറ്റി അംഗം സ്മിത ഉല്ലാസ്, വനിതാ സംഘം പ്രസിഡന്റ് ഗീത ബാബുരാജ്, വനിതാ സംഘം കേന്ദ്ര കമ്മിറ്റി അംഗം മൃദുല വിശ്വംഭരൻ, യൂണിയൻ യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ അഖിൽ സുഭാഷ്, ശാഖ വൈസ് പ്രസിഡന്റ് സാജു ബാലകൃഷ്ണൻ, ശാഖ വനിതാ സംഘം പ്രസിഡന്റ് ഷൈല ഷാജി, ശാഖ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ബ്രിജേഷ് VS, ശാഖ സെക്രട്ടറി ഷിജു KS എന്നിവർ ആശംസ നേരും. മഹാസമ്മേളനത്തിനു ശേഷം പ്രസാദിയൂട്ടും ഉണ്ടായിരിക്കും. 1137 നമ്പർ കാഞ്ഞിരപ്പറ്റം ശാഖയിൽ പുതുതായി നല്ല ഭംഗിയായി പണിയെടുത്തിട്ടുള്ള ഒരു ഗുരുദേവ ക്ഷേത്രത്തിൻ്റെ സമർപ്പണമാണ് നാളെ നടത്തുന്നത്. അത് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്, സമർപ്പണം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ പ്രതിഷ്ഠാപനം നിർവഹിക്കുന്നത് തരായ്ക്കൽ ക്ഷേത്രത്തിലെ മേൽശാന്തി ബെന്നിശാന്തിയാണ്. അതോടൊപ്പം വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചവരും എല്ലാവർക്കും ആദരവ് കൊടുക്കലും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് ഏറ്റവും നിർദ്ധനരായ ഒരു കുടുംബത്തെ സെലക്ട് ചെയ്തിട്ട് വീടില്ലാത്ത അവർക്ക് വേണ്ടിയിട്ടൊരു പുതിയ വീട് പണിത് അതിൻ്റെ താക്കോൽദാനം നമ്മുടെ ബഹുമാനായ മന്ത്രി വാസവൻ നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 കാര്യങ്ങളാണ് നാളെ പ്രധാനമായിട്ടും ചെയ്യുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഷിജു KS, സാജു വിശ്വംഭരൻ, PT ഷിബു, KK മനോജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മൂലമറ്റം സെന്റ് ജോസഫ് കോളേജിൽ ദേശീയ വിദ്യാഭ്യാസ ഫെസ്റ്റ് തുടക്കമായി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജർ റവറന്റ് ഡോക്ടർ തോമസ് പുതുശ്ശേരി CMI, കോളേജ് ബർസാർ ഫാദർ ബോബിൻ കുമരേട്ട് CMI, പ്രിൻസിപ്പൽമാരായ ഡോക്ടർ ജോസഫ് ജോർജ്, ഡോക്ടർ തോംസൺ ജോസഫ്, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു.
2 ദിവസങ്ങളിലായി നടക്കുന്ന വിദ്യാഭ്യാസ ഫെസ്റ്റ് 17-ന് സമാപിക്കും. വിവിധ എക്സിബിഷനുകളും മറ്റും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. മൂലമറ്റം സെന്റ് ജോസഫ്സ് കോളേജ് ഓട്ടോണമസും സെന്റ് ജോസഫ്സ് അക്കാദമി ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ ഫെസ്റ്റ് ആരംഭിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ തലത്തിലുള്ള മാറ്റങ്ങളും ചേർക്കലുകളൊക്കെയും സ്വീകരിക്കേണ്ടതാണ് അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവിധമായ ആശംസകൾ നേരത്തെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി സെന്റ് ജോസഫ് കോളേജ് മാറുമ്പോൾ ഇവിടെ പഠിച്ച കുട്ടികളും പഠിച്ചിറങ്ങിയവരും എടുക്കുന്ന സമഗ്രമായി നാട്ടിലേക്ക് പോയത് അവരുടെ ഒരു മാതൃവിദ്യാലയം എന്ന നിലയിൽ കോളേജ് ഒരു കലാലയം എന്ന നിലയിൽ വലിയ അഭിമാനത്തോടുകൂടിയാണ് ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത്. അവയിൽ കൂടുതൽ അവസരങ്ങൾ വരികയായി ഈ സ്ഥാപനത്തിന് കഴിയും. അതുകൊണ്ടാണ് ഈ ഫെസ്റ്റ് വളരെ മനോഹരമായി ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാടിന്റെ ഒരു ഉത്സവമായി മാറി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെ സേവനം ഉറപ്പുവരുത്താൻ മാനേജ്മെന്റിന് സാധിച്ചു എന്നുള്ളതും ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എടുക്കാനും പഠിക്കുവാനും പഠിച്ചു വളരുവാനും 4 വർഷം ഓർമ്മ അതുകൂടി നാടിന്റെ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എല്ലാ വിധത്തിലുള്ള ആശംസകളും പ്രവർത്തനങ്ങളും എന്റെ വാക്കുകൾ സ്വീകരിക്കുകയും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം അറിയിക്കുകയും ചെയ്യട്ടെ. കോളേജ് മാനേജർ റവറന്റ് ഡോക്ടർ തോമസ് പുതുശ്ശേരി CMI യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ സജി പി ജോസ്, അറക്കുളം പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ PA വേലുക്കുട്ടൻ, കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ മെമ്പർ KL ജോസഫ്, കോളേജ് ബർസ റവറന്റ് ഫാദർ ബോബിൻ കുമരേട്ട് CMI, പ്രിൻസിപ്പൽമാരായ ഡോക്ടർ ജോസഫ് ജോർജ്, ഡോക്ടർ തോംസൺ ജോസഫ്, അധ്യാപകരായ സുനിത മാത്യു, ഡോക്ടർ ജോസ് ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു. ഓട്ടോണമസ് കോളേജിൽ എക്സ്പ്ലോർ എക്സ് എഡ്യൂക്കേഷൻ എക്സ്പോയും മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. എക്സ്പോയിൽ ISROയുടെ സ്പേസ് ഓൺ വീൽസ്, പ്ലാനറ്റേറിയം, പോലീസ് സേനയുടെ ഡോഗ് സ്ക്വാഡ്, ഹ്യൂമൻ അനാട്ടമി, ഭക്ഷ്യസുരക്ഷാ പ്രദർശനം, ഇന്ത്യൻ ആർമിയുടെ ആയുധങ്ങൾ, സൈബർ ആൻഡ് ഫോറൻസിക് പ്രദർശനങ്ങൾ, ഇന്ത്യൻ നേവിയുടെ ഷിപ്പ് മോഡലുകൾ, വിർച്വൽ റിയാലിറ്റി റോബോട്ടിക്സ്, കെമി മാജിക്, ഹെറിറ്റേജ് എക്സിബിഷൻ, വൈൽഡ് ലൈഫ് ഗ്യാലറി, ആസ്ട്രോ ടെലിസ്കോപ്പ് വ്യൂ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാമ്പ് ഗ്യാലറി, കരകൗശല പ്രദർശനങ്ങൾ, ഭക്ഷ്യവസ്തുക്കളുടെ പ്രദർശന വിപണനങ്ങൾ, ഫയർഫോഴ്സിന്റെ പ്രകടനങ്ങൾ, കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഒരുക്കുന്ന സ്റ്റാളുകൾ ഉൾപ്പെടെ 75-ൽ പരം സ്റ്റാളുകൾ ഇന്നും നാളെയും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി തുറന്നുകൊടുക്കും. ഇതിന്റെ ഭാഗമായി തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ 2 തീയതികളിലും പൊതുജനങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തിവരുന്നു. കോളേജ് കുട്ടികൾക്കും സ്കൂൾ കുട്ടികൾക്കുമായി 2.5 ലക്ഷം രൂപയിൽ പരം സമ്മാനങ്ങളുമായി സ്പോർട് ഡാൻസ്, ഫാഷൻ ഷോ, കിസ്, ഫൺ ഗെയിംസ്, ഫോട്ടോഗ്രാഫി, ഫുട്ബോൾ ത്രീസ് തുടങ്ങി ധാരാളം മത്സരങ്ങൾ നടത്തും. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. പ്ലൈവുഡ് വ്യവസായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വനം വന്യജീവി വകുപ്പ് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി യോഗം ചേർന്നു. മന്ത്രി AK ശശീന്ദ്രൻ, MLA-മാരായ ആര്യാടൻ ഷൗക്കത്ത്, A രാജ എന്നിവരുടെ അധ്യക്ഷതയിലാണ് യോഗം നടത്തിയത്. തേക്കടിയിൽ നടന്ന യോഗത്തിൽ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. പ്ലൈവുഡ് വ്യവസായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വനം വന്യജീവി വകുപ്പ് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി യോഗം ചേർന്നു. വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, MLA-മാരായ ആര്യാടൻ ഷൗക്കത്ത്, A രാജ എന്നിവരുടെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. തടി വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. പെരിയാർ ടൈഗർ റിസർവിലെ എക്കോ ടൂറിസം പ്രവർത്തനങ്ങളും മന്ത്രി യോഗത്തിൽ വിലയിരുത്തി. തേക്കടി ബാംബു ഗ്രോവിൽ നടന്ന യോഗത്തിൽ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി മിൻഹാജ് അലം, പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് രാജേഷ് രാജേന്ദ്രൻ, ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആൻഡ് ഫീൽഡ് ഡയറക്ടർ PP പ്രമോദ്, കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശ്യാം മോഹൻലാൽ, പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ PU സാജു, ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സാബി വർഗീസ്, അസിസ്റ്റന്റ് ഫീൽഡ് ഡയറക്ടർ R ലക്ഷ്മി, പെരിയാർ വെസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ സന്ദീപ് S, നിയമസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നരകത്തിയിൽ വെന്തു മരിക്കണമെന്ന് ശാപവാക്ക് ചൊരിഞ്ഞവർ മാണി സാറിന്റെ സ്മാരകം പണിയാൻ സ്ഥലം അനുവദിച്ചത് സന്തോഷകരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 10 വർഷത്തിന് ശേഷമുള്ള സർക്കാർ തീരുമാനത്തിന് UDF നിമിത്തമായതിൽ സന്തോഷം. ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നപ്പോൾ സങ്കടപ്പെടുന്നവർക്ക് CPM നേതാക്കൾ BJP-യിൽ ചേർന്നപ്പോൾ ഒരു സങ്കടവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഐഷ പോറ്റി പോയതിന്റെ കടം തീർക്കാൻ ഷാനി മോൾ ഉസ്മാൻ CPM-ൽ ചേരുമെന്ന വ്യാജ പ്രചരണം AKG സെന്ററിൽ ഇരിക്കുന്നവർ നടത്തുന്നു. ശബരിമലയിൽ 50 വർഷം മുൻപുള്ളത് അന്വേഷിച്ചാലും CPM നേതാക്കളുടെ സ്വർണ്ണക്കൊള്ള മറയ്ക്കാനാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ വ്യക്തമാക്കി. KM മാണി സാറിന് ഒരു സ്മാരകം പണിയാൻ
തിരുവനന്തപുരത്ത് സ്ഥലം അനുവദിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗവൺമെന്റ് എടുത്ത നല്ല തീരുമാനമാണ്. പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്. വരാനിരിക്കുന്ന തലമുറ കെ എം മാണി സാർ ആരായിരുന്നു എന്ന് തിരിച്ചറിയണം. അദ്ദേഹത്തിന് ഒരു സ്മാരകം വേണം. അവിടെ നല്ല പഠനങ്ങൾ നടക്കണം. തീർച്ചയായിട്ടും ആ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂടി ഒരു നിമിത്തമായതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഇല്ലെങ്കിൽ 10 കൊല്ലമായിട്ട് കൊടുക്കാത്ത സ്ഥലം ഇപ്പൊ കൊടുത്തതിൽ തീർച്ചയായിട്ടും അത് വളരെ സന്തോഷമുണ്ട്. അത് ഇവര് തന്നെ ചെയ്യണം. കാരണം അദ്ദേഹത്തെ എങ്ങനെയെല്ലാം അപമാനിക്കാൻ ശ്രമിച്ച ആളുകളാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. നരകത്തീയിൽ വെന്തു മരിക്കണമെന്ന് മാണി സാർ ജീവിച്ചിരിക്കുമ്പോൾ പ്രസംഗിച്ച ആളുകളാണ് CPM നേതാക്കന്മാർ. അപ്പൊ നരകത്തീയിൽ വെന്തു മരിക്കേണ്ട ഒരാളെന്ന് ശാപവാക്കുകൾ ചൊരിഞ്ഞ കെ എം മാണി സാറിന് തിരുവനന്തപുരത്ത് സ്മാരകം പണിയാൻ അതേ ആളുകൾ സ്ഥലം അനുവദിച്ചതിനുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. അതിന് ഞങ്ങളൊരു നിമിത്തമായി എന്നതിന്റെ സന്തോഷം കൂടി അതിന്റെ അഭിമാനം കൂടി ഞങ്ങൾക്കുണ്ട്. അത് അത്രമാത്രം ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. ഇപ്പോ ഐഷ പോറ്റി കോൺഗ്രസിൽ ജോയിൻ ചെയ്തു അല്ലേ? എന്തൊരു സങ്കടമാണ് CPM നേതാക്കന്മാർക്ക്. എത്ര CPM നേതാക്കന്മാർ BJPയിലേക്ക് പോയി. അപ്പൊ എന്നൊരു വിഷമമില്ല. ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നപ്പോഴാണ് വിഷമം. എന്നിട്ട് AKG സെന്ററിൽ ഇരുന്ന് ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ വനിതാ കോൺഗ്രസ് നേതാക്കന്മാര് CPMൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് തെറ്റായ വാർത്ത കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഈ AKG സെന്ററിൽ ഇരുന്ന് സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യണവര് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഷാനി മോള് CPMൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു. ഷാനി മോള് പിതാവ് മരിച്ചിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. അവരുടെ പിതാവ് മരിച്ചിട്ട് അവര് വീട്ടിലിരിക്കുന്ന അവരെക്കുറിച്ച് പോലും അവരെ അപമാനിക്കുന്ന രീതിയിൽ ഈ AKG സെന്ററിൽ ഇരുന്ന് സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യുന്നവർ. അവരെ എന്നെക്കുറിച്ച് എനിക്കൊരു കുഴപ്പമില്ല. 10 കാർഡ് എല്ലാ ദിവസവും ഇടുന്നുണ്ട് എന്നെക്കുറിച്ച്. എന്തൊക്കെയാണ് പറയുന്നത്? ഈ ലോകം കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരനാണ് ഞാനെന്നൊക്കെയാണ് എഴുതുന്നത്. അതൊന്നും എനിക്ക് വിരോധമില്ല. എനിക്ക് നല്ല പബ്ലിസിറ്റിയാണ് നൽകുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ എനിക്കത് ഗുണമായിട്ടാണ് പറയുന്നത്. അവർ ഏതെല്ലാം കാര്യങ്ങൾ എനിക്കെതിരായിട്ട് നെഗറ്റീവ് ഇനിയും ഇട്ടോ 10-20 ആക്കാൻ പറ്റും നോക്കണം ഡെയിലി ഇടുന്ന കാർഡ് എന്നാണ് എനിക്ക് അവിടെ ഇരുന്ന് ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്. ഐഷ പോറ്റി പോയതിന്റെ കടം തീർക്കണത് പിതാവ് മരിച്ച് വീട്ടിൽ ഇരിക്കുന്ന ദുഃഖിതയായിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് CPMൽ ചേരുമെന്ന് പറഞ്ഞ് കള്ളപ്രചരണം നടത്തിയിട്ടാണ്. എന്ത് ചെയ്താലും CPM നേതാക്കന്മാര് 2-3 പേര് ബാക്കി ജീവനക്കാരടക്കം CPM അനുഭവങ്ങളടക്കം ജയിലിൽ കിടക്കുവാണ്. അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഇപ്പോഴും. ഇനിയും പുറത്തു നിൽക്കുന്നുണ്ട്. അവരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസും CPM ശ്രമിക്കുകയാണ്. അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്ത ആളുകൾ ഇപ്പോഴും ജയിലിൽ കിടക്കുക. അവരിപ്പോഴും പാർട്ടിക്കാരാണ്. അവർക്കെതിരായി ഒരു നടപടി പോലും എടുക്കാത്തവരാണ് ഇവര്. കാരണം അവർക്കെതിരായി നടപടിയെടുക്കാൻ പേടിയാണ്. അവരെ സംരക്ഷിക്കുകയാണ് CPM. അവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ്. അവസാനം കോടതി ഇടപെട്ടിട്ടില്ല. ഇന്നലത്തെ അറസ്റ്റ് പോലും നടന്നത് അല്ലേ? കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 91ാം വാർഷികാഘോഷം നടത്തി. PG ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ജോസഫ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ മാത്യു മുണ്ടയ്ക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ പ്രതിഭകളെ ആദരിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട് ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 91ാമത് വാർഷികം, രക്ഷാകർതൃ ദിനം, സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരുടെ യാത്രയയപ്പ്, പ്രതിഭകളെ ആദരിക്കൽ എന്നിവയാണ് സംഘടിപ്പിച്ചത്. ആഘോഷ പരിപാടികൾക്ക് സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ പതാക ഉയർത്തിയതോടെ തുടക്കമായി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം PG ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കാടായ കാട് മുഴുവൻ കയറി നടന്ന പക്ഷികളുടെ കളകൂജനങ്ങൾ കേട്ട് പക്ഷികളെ പറ്റി വളരെ വിപുലമായി പഠനം നടത്തിയ സലീമാലി, വലിയൊരു സംഭവമായിരുന്നു സലീമാലി. ഒരു സലീമാലി ആയാൽ എന്തെന്ന് ആലോചിക്കാൻ പ്രകൃതിയുടെ വരദാനങ്ങളെ കണ്ടറിയാൻ കഴിയുന്ന ആളുകളായി മാറുന്നു. APJ അബ്ദുൽ ഖാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വപ്നം കാണണം. എന്തൊക്കെയാ?
നിങ്ങളുടെ ഭാവന ചിറക് വിരിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടം വരെ ഉയരാം. അതിരുകളില്ലാത്ത ആകാശമാണ്, അതിരുകളില്ലാത്ത ആകാശം. അത്രയും വളരാൻ കഴിവുള്ളവരാണ് ഈ കൊച്ചു പ്രതിഭകൾ. അവർ വെറും ഡോക്ടറോ എഞ്ചിനീയറോ മാത്രമേ അവസാനിക്കേണ്ടത്. എത്രയോ മേഖലകളെ പറ്റി പഠിക്കേണ്ടതായിരിക്കുന്നു. പ്രകൃതി വിഭവങ്ങളെ പറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു, കാലാവസ്ഥയെ പറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം ഇവിടെ വന്ന് നിയമസഭയിൽ കേരളത്തിൻ്റെ ശ്രദ്ധിക്കേണ്ട 10 മേഖലകളെ പറ്റി അദ്ദേഹം പറഞ്ഞു. ഒന്ന് ടൂറിസം, ഫാം ടൂറിസം. ഫാം ടൂറിസം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ ഏറിയ ഭാഗവും ചെറിയ ഒരു വീഴ്വോ അനുബന്ധിച്ചുള്ള 1-2 പേർക്ക് താമസിക്കുവാനുള്ള സൗകര്യങ്ങൾ, അവർക്കുള്ള സുഖ സൗകര്യങ്ങൾ, ആ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ ആസ്വദിക്കുവാനുള്ള അത് വലിയ വരുമാനമായി മാറുന്നു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കോതമംഗലം കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ മാത്യു മുണ്ടയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓരോ വർഷവും അതിൻ്റെ വളർച്ചയിൽ ഓരോ പടവുകൾ താണ്ടി മുന്നോട്ട് പോകുന്നത് കാണുന്നതായിട്ട് ഇവിടെ അവതരിപ്പിച്ച റിപ്പോർട്ടിലൊക്കെ എത്രമാത്രം ഓരോ വർഷവും ഈ സ്കൂള് വളർച്ചയിലൂടെ മുന്നേറുന്നു, കുട്ടികൾക്ക് അവരുടെ വിവിധ മേഖലകളിലുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാനുള്ള വേദികൾ ഒരുക്കുന്നു എന്നതൊക്കെ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട PJ ജോസഫ് സാർ പറയുകയുണ്ടായി, നമ്മുടെ ചുറ്റുപാടുമുള്ള സാധ്യതകളെയൊക്കെ എപ്രകാരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ കലാലയ പരിശീലനം നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും, എപ്രകാരമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള വിഭവങ്ങളെയൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അതിൽ നിന്നൊക്കെ ജീവിത മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ വസ്തുതകൾ ശേഖരിക്കുവാനും ഉൽപ്പാദിപ്പിക്കുവാനും ഉപയോഗപ്പെടുത്തുവാനും സാധിക്കുക എന്നൊക്കെ. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻസ് ജോൺ പ്രതിഭകളെ ആദരിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട് പ്രൊഫഷൻസി ജേതാക്കൾക്കുള്ള എൻഡോമെന്റ് വിതരണം ചെയ്തു. ഇളന്തശം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗൗരി സുകുമാരൻ, കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷാജൻ ജെയിംസ്, കരിമണ്ണൂർ SI ചന്ദ്രബോസ്, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോർജ് മാതേക്കൽ, പ്രിൻസിപ്പൽ ബിസോ ജോർജ്, ഹെഡ്മാസ്റ്റർ സജി മാത്യു, PTA പ്രസിഡന്റ് ജോസൻ ജോൺ, MPTA പ്രസിഡന്റ് ജോസ്ബി സോജൻ, സ്റ്റാഫ് സെക്രട്ടറിമാരായ സെബിൻ K എഫ്രേം, ജീസ് M അലക്സ്, വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപികമാരായ ബെറ്റി ജോസഫ്, ഷിജി അഗസ്റ്റിൻ, മേരി CI, UP വിഭാഗം അധ്യാപിക ബ്ലെസി ജോർജ് എന്നിവരാണ് ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി വാർഷിക ആഘോഷം നടത്തി. സ്കൂൾ മാനേജർ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. മോൺസ്റ്റർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി. PJ ജോസഫ് MLA സുവനീർ പ്രകാശനം ചെയ്തു. നിരവധി ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. പൊതുയോഗത്തിന് ശേഷം നടന്ന കലാസംഗമത്തിൽ കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി വാർഷികാഘോഷവും അധ്യാപക അനധ്യാപകരുടെ യാത്രയയപ്പും പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ നടന്നു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു.
ഈ സ്കൂളിലൂടെ കടന്നുപോയ അനേകം പേരുണ്ട്. ജൂബിലി വർഷത്തിലെ ഈ സ്കൂളിൽ പഠിക്കുവാനും ഇവിടെ പഠിപ്പിക്കുവാനും സാധിച്ചത് തീർച്ചയായിട്ടും വലിയ ദൈവാനുഗ്രഹമാണ്. നിങ്ങൾ പ്രിയപ്പെട്ട കുട്ടികൾ ശാന്തമായിരുന്ന് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇപ്പോഴും നിങ്ങൾക്ക് ചാൻസ് ഉണ്ടാകുകയുള്ളൂ, പിന്നീട് ചാൻസ് കിട്ടില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ, ഇവിടെ വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഭാവിയിലേക്ക് നിങ്ങൾക്ക് നന്മയുണ്ടാകുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ പോയാൽ ഭാവിയും അതുപോലെ പോകും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നന്നായി ചെയ്താൽ നിങ്ങളുടെ ഭാവി ജീവിതം ഐശ്വര്യപൂർണമായി തീരും, വിജയപ്രദമായി തീരും. ഈ സ്കൂളിൽ പഠിക്കുവാനായിട്ട് സാധിച്ചത് വലിയ ഭാഗ്യമായി നിങ്ങൾ കരുതണം. ഇവിടെ പഠിച്ച അനേകം പേര് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് നല്ല രീതിയിൽ വിജയപ്രദമായി ജീവിക്കുന്നുണ്ട്. അതിന് കാരണം ഇവിടെ പഠിച്ച അവസരത്തിൽ നന്നായി പഠിച്ചിരുന്നു, നന്നായി ശിക്ഷണം ലഭിച്ചിരുന്നു, അധ്വാനിച്ചിരുന്നു, ദൈവാനുഗ്രഹത്തോടെ ജീവിച്ച വ്യക്തികളാണ് ഇവിടെ നിന്നും ഉയർന്നു വന്നിട്ടുള്ളത്. മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. PJ ജോസഫ് MLA സുവനീർ പ്രകാശനം ചെയ്തു. വാർഡ് മെമ്പർമാരായ ബഷീർ ഇബ്രാഹിം, ശ്രീജ രാജേഷ്, ഫാദർ ജോസ് ചക്കുങ്കൽ, PTA പ്രസിഡന്റ് സിബിൻ ജോസ്, MPTA പ്രസിഡന്റ് സബിത KS, സ്റ്റാഫ് സെക്രട്ടറി ഡ്രിബിജ തോംസൺ, ഷൈനി പീറ്റർ, സ്കൂൾ ലീഡർ ബാദുഷ നൌഷാദ് എന്നിവർ ആശംസകൾ നേർന്നു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ ബിനോയ് ആന്റണി, സിൽവി ജോർജ്, ജെസി തോമസ്, ക്ലർക്ക് ജോസ് K എന്നിവർ മറുപടി പ്രസംഗം നടത്തി. സ്കൂൾ ലീഡർ അഭിറാം KA കൃതജ്ഞത അർപ്പിച്ചു. ജോർജിയൻ ഗാല 2026 എന്ന പേരിൽ കലാസംഗമത്തിൽ കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അറക്കുളം പഞ്ചായത്തിലെ 1-ാം വാർഡിൽ നടന്ന നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവമാക്കി മാറ്റി കർഷകർ. നെൽകൃഷി നഷ്ടമാകുന്നതിനാൽ പലരും നെല്ല് കൃഷി നിർത്തുന്ന സാഹചര്യത്തിലാണ് അറക്കുളം സ്വദേശി ജോമോൻ വ്യത്യസ്തനാകുന്നത്. 1/2 ഏക്കർ സ്ഥലത്താണ് ജോമോൻ കൃഷി ചെയ്തത്. കൊയ്ത്തുത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം സജി P. ജോസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ PA വേലുക്കുട്ടൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KS വിനോദ്, കൃഷി ഓഫീസർ CS സുജീഷ, സെന്റ് മേരീസ് പുത്തൻപള്ളി സഹവികാരി ഫാദർ അലോഷി ടോം തുടങ്ങി നിരവധി വ്യക്തികൾ പ്രസംഗിച്ചു. അറക്കുളം പഞ്ചായത്തിലെ 1-ാം വാർഡിൽ നടന്ന നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവമാക്കി മാറ്റി കർഷകർ. നെൽകൃഷി നഷ്ടമാകുന്നതിനാൽ പലരും നെല്ല് കൃഷി നിർത്തുന്ന സാഹചര്യത്തിലാണ് അറക്കുളത്ത് മയിലാടൂർ ജോമോൻ വ്യത്യസ്തനാകുന്നത്. 1/2 ഏക്കർ സ്ഥലത്താണ് ജോമോൻ കൃഷി ചെയ്തത്. അറക്കുളം പഞ്ചായത്തിൽ ഇപ്പോൾ 1.5 ഹെക്ടർ സ്ഥലത്താണ് നെൽകൃഷിയുള്ളത്. 1/4 ഹെക്ടർ കുളമാവിലും 1.25 ഹെക്ടർ 1-ാം വാർഡിലുമാണ് ഉള്ളത്. ഇതിൽ ആദ്യത്തെ വിളവെടുപ്പായിരുന്നു ഇന്ന് നടന്നത്. ജലക്ഷാമമുള്ളതിനാൽ ഒരു കൃഷി മാത്രമാണ് നടക്കുന്നത്. പഞ്ചായത്തിൽ നിന്ന് ഹെക്ടർ 1-ന് 25,000 രൂപ സബ്സിഡിയായി നൽകുന്നത് മാത്രമാണ് കർഷകർക്ക് ഏക ആശ്വാസം. 1.5 ഹെക്ടർ കണ്ടത്തിൽ ഇടവേളയായി കൃഷി ചെയ്യുവാൻ കൃഷിവകുപ്പിൽ നിന്നും പയർവിത്തുകൾ സൗജന്യമായി നൽകുന്നുണ്ട്. അറക്കുളത്തെ മറ്റു കർഷകരുടെ വിളവെടുപ്പ് പാടം തയ്യാറായി വരുന്നുണ്ട്. അടുത്ത തവണ കൂടുതൽ ഏരിയകളിലേക്ക് കൃഷി വ്യാപിപ്പിക്കുവാൻ വേണ്ട പദ്ധതികളും സഹായങ്ങളും പഞ്ചായത്തും കൃഷിവകുപ്പും തയ്യാറാക്കി വരികയാണ്. ഗ്രാമപഞ്ചായത്ത് മെമ്പർ PA വേലുക്കുട്ടന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൊയ്ത്തുത്സവ പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം സജി P. ജോസ് ഉദ്ഘാടനം ചെയ്തു.
തൊട്ട് താഴത്തെ കണ്ടം ഞങ്ങളുടെ തന്നെ കണ്ടമായിരുന്നു. ഞാൻ അവിടെ വന്ന് ഇഷ്ടം പോലെ കൊയ്ത്തിൽ ഇച്ചാച്ചൻ്റെ കൂടെ വന്ന് ഒത്തിരി കൊയ്ത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ടുള്ള എന്താ പറയണേ പയറൊക്കെ ഇടും. ആ പയറൊക്കെ പറിക്കുക എന്ന് പറയുന്ന അവധിക്കാലത്ത് ഏറ്റവും വലിയ വിനോദമായിരുന്നു. അപ്പോൾ ഇതൊക്കെ എനിക്ക് പുതിയതൊന്നുമല്ല. ഇവരെന്നോട് അരുവ വന്നിട്ട് കൊയ്തോളാൻ പറഞ്ഞപ്പം എനിക്ക് 100% ഉറപ്പുണ്ട് ഇവിടെ നിന്ന് കൊയ്യാൻ മാത്രം ഞാൻ പ്രാപ്തയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അത് ജോമൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും ഇതുപോലെ തന്നെ ഈ പാടശേഖര സമിതി മുന്നോട്ട് കൊണ്ടുപോകാൻ ജോമൻ ചേട്ടന് സാധിക്കുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ആർക്കും ഏറ്റെടുക്കാൻ പറ്റില്ലാത്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഉൾപ്പെടെയുള്ളവരെ, കാരണം കണ്ടമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ഞങ്ങൾക്കിപ്പോൾ കണ്ടമൊന്നുമില്ല, ആലക്കോടും കണ്ടമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഇതുപോലെ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ജോമൻ ചേട്ടന് സാധിക്കുന്നതും ജോമൻ ചേട്ടനോടൊപ്പം പ്രവർത്തിക്കുന്നവരാണ് ഇവിടുത്തെ കൊയ്ത്തുകാരാണെങ്കിലും അതെ ഓരോരുത്തരും, എനിക്ക് ഓരോരുത്തരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഇതൊരു നല്ല കാര്യമാണ്. ഈ സമിതി എന്നും ഇതുപോലെ തന്നെ ഇതിലും നല്ല ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമേ എനിക്ക് ആശംസിക്കാനുള്ളൂ. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KS വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി. കൃഷി ഓഫീസർ CS സുജിഷ പദ്ധതി വിശദീകരണം നടത്തി. സെന്റ് മേരീസ് പുത്തൻപള്ളി സഹവികാരി ഫാദർ അലോഷി ടോം അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇവിടെ ഈ കണ്ടം പൂട്ടുന്ന സമയത്തൊട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു. കണ്ടം പൂട്ടാനായിട്ട് ജോമോൻ ചേട്ടൻ ആദ്യമേ തന്നെ ക്ഷണിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്തിലിറങ്ങി. ഞങ്ങളുടെ നാട്ടിൽ കണ്ടം കുറവാണ്. അപ്പോൾ അങ്ങനെ വളരെ ഈ കണ്ടത്തിലിറങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കാണാനും അവരെ സഹകരിക്കാനൊക്കെ ആയിട്ട് അവസരം ലഭിച്ചു. തീർച്ചയായും നല്ല വിളവ് നമുക്ക് ലഭിക്കട്ടെ. അപ്പം നല്ല ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ കൊയ്ത്തുത്സവം നടക്കട്ടെ എന്ന് അതിനുവേണ്ടി ആശംസിക്കുന്നു. ജോമോനും കുടുംബാംഗങ്ങളോടുമൊപ്പം മറ്റ് നെൽകർഷകരും അയൽക്കാരും നാട്ടുകാരും ഒത്തുകൂടിയപ്പോൾ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നെൽകൃഷിയുടെ തിരിച്ചുവരവിന്റെ തുടക്കമായി കൊയ്ത്തുത്സവം കർഷകരും കൃഷിവകുപ്പും പഞ്ചായത്തും ഉത്സവ സമാനമാക്കി മാറ്റി. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. വെളിയച്ചാൽ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിന്റെ വാർഷിക ആഘോഷം നടത്തി. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോൺ പിച്ചാപ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ സെക്രട്ടറി ഫാദർ മാത്യു മുണ്ടയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. നിരവധി പ്രമുഖ വ്യക്തികൾ സന്നിഹിതരായിരുന്നു. വെളിയച്ചാൽ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിന്റെ 88ാമത് വാർഷികവും അധ്യാപക രക്ഷകർതൃദിനവും ദീർഘകാലത്തെ സ്തുത്യർഹ സേവനത്തിനു ശേഷം സ്കൂളിൽ നിന്നും വിരമിക്കുന്ന സീനിയർ അധ്യാപിക ജെർമി ജോസഫിനുള്ള യാത്രയയപ്പും പ്രതിഭകളെ അനുമോദിക്കലും നടന്നു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം മെച്ചപ്പെട്ട നിലയിൽ നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഫാദർ ജേക്കബ് കോടതിമർപ്പിൽ, ശ്രീ ഷൈജ മാത്യു, ശ്രീ എൽദോസ് വർഗീസ്, അസിസ്റ്റന്റ് വികാരി ഫാദർ സെബാസ്റ്റ്യൻ. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോൺ പിച്ചാപ്പള്ളിൽ പതാക ഉയർത്തിയതോടെയാണ് പൊതുസമ്മേളനത്തിന് തുടക്കമായത്. സ്റ്റാഫ് സെക്രട്ടറി ഷൈജ മാത്യു നന്ദി രേഖപ്പെടുത്തി. സ്കൂൾ ഹെഡ്മാസ്റ്റർ റവറൻ ഫാദർ ജേക്കബ് വടക്കുംപറമ്പിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോൺ പിച്ചാപ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ സെക്രട്ടറി റവറൻ ഫാദർ മാത്യു മുണ്ടയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഇവിടെ ആയിരിക്കുമ്പോഴും ഈ അധ്യാപന വർഷം 24 വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം സർവീസിൽ വരികയെന്ന ബഹുമാനപ്പെട്ട ജന്മേക്കുന്ന രണ്ട് വാക്ക് ആശംസ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അതുതന്നെയാണ്. വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളുകളിൽ കഴിഞ്ഞ 24 വർഷങ്ങളിൽ പ്രവർത്തിച്ച് ടീച്ചർ 2002 തന്റെ അധ്യാപനം ചെയ്ത് ആരംഭിക്കുക ഇടുക്കി ജില്ലയിലുള്ള ഒരു സ്കൂളിൽ അവിടെ നിന്നും കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സ്ഥലം മാറി മാലപ്പാറ സ്കൂളിലേക്ക് വന്നു. മാലപ്പാറയിൽ നിന്നും 2011 മുതൽ ഈ സ്കൂളിൽ ടീച്ചറിന്റെ സേവനം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം കടമ എന്ന് പറയുക മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക എന്നുള്ളത്.
മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. വിശുദ്ധത്തിൽ ഈശോയെക്കുറിച്ച് പറയുന്ന പ്രകാരമാണ് അവർ നന്മ ചെയ്തുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചത്. ഓരോ അധ്യാപകരും തങ്ങളുടെ അധ്യാപന കാലഘട്ടങ്ങളിൽ ചെയ്യുന്നതിന് നന്മ ചെയ്തുകൊണ്ട് അവർ വിവിധ സ്കൂളുകളിലൂടെ സഞ്ചരിക്കുക. തങ്ങളുടെ മുന്നിൽ കടന്നുവരുന്ന വിദ്യ അഭ്യസിപ്പിക്കുവാനായിട്ട് കടന്നുവരുന്ന കുട്ടികളെ പരിശീലിപ്പിക്കുക, അവരുടെ സ്വഭാവ രൂപീകരണത്തിനായി പങ്കുവഹിക്കുക, അങ്ങനെ അവരെ കൈപിടിച്ചു വരുത്തി ജീവിതത്തിന്റെ ഉന്നത മേഖലകളിലേക്ക് നയിക്കുന്നതിലും അങ്ങനെ നന്മയുടെ സ്നേഹത്തിന്റെ അറിവിന്റെ ഒരു സംസ്കാരം സമൂഹത്തിന് കൊടുക്കുന്നതിലും രക്തസത്തിനായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് അധ്യാപകർ. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ 24 വർഷത്തെ അധ്യാപനത്തിനിടയിൽ ഇപ്രകാരം ഒത്തിരിയേറെ കുട്ടികളുടെ നന്മ ചെയ്തിട്ടുണ്ട്, ഒത്തിരിയേറെ കുട്ടികളുടെ സ്നേഹം. കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന ജോഷി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് കയ്യെഴുത്തു മാസിക പ്രകാശനം നിർവഹിച്ചു. കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് സി പുല്ലൻ സ്കൂൾ ദിന സന്ദേശം നൽകി. ബിനിയത്ത് PH, എൽദോസ് വർഗീസ്, അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ സെബാസ്റ്റ്യൻ നെടുമ്പുറത്ത് എന്നിവർ ആശംസകൾ നേർന്നു. സെന്റ് ജോസഫ് ചർച്ച് വെളിയേച്ചാൽ കൈക്കാരനായ ജോസ് ജോൺ പീച്ചാട്ടുകുടി, സ്കൂൾ MPTA പ്രസിഡന്റ് ജിസ ഷാബു, അധ്യാപക പ്രതിനിധി ആഷ്ലി ആന്റണി തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. പൊതുയോഗത്തിന് ശേഷം സമ്മാനദാനവും ഗ്രാജുവേഷൻ സെറിമണിയും നടന്നു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, വെളിയേച്ചാൽ. തളർന്നുപോയ മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കാൻ നാം ഓരോരുത്തർക്കും ബാധ്യതയും ഉത്തരവാദിത്തവും ഉണ്ടെന്ന ഓർമ്മപ്പെടുത്തലുമായി മറ്റൊരു പാലിയേറ്റീവ് ദിനം കൂടി കടന്നുപോയി. ലോക പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ചാണ് പാലിയേറ്റീവ് കൂട്ടായ്മയ്ക്ക് പ്രവർത്തന ധനം ശേഖരിക്കുന്നതിന് വളാഞ്ചേരി നഗരസഭ അധ്യക്ഷ തന്നെ നേരിട്ടിറങ്ങിയത്. വളാഞ്ചേരി പെയിൻ ആൻഡ് പാലിയേറ്റീവിനായി ധനസമാഹരണം നടത്തുന്നതിനാണ് നഗരസഭാ അധ്യക്ഷ ഹസീന വട്ടോളി തെരുവിലിറങ്ങിയത്. വളാഞ്ചേരിയിലും പരിസരങ്ങളിലുമായിരുന്നു അധ്യക്ഷയുടെ നേതൃത്വത്തിലുള്ള വിഭവ സമാഹരണം. സമഗ്ര പാലിയേറ്റീവ് പരിചരണം അയൽപക്ക കൂട്ടായ്മകളിലൂടെ എന്നതാണ് ഈ വർഷത്തെ പാലിയേറ്റീവ് ദിന സന്ദേശം. നഗരസഭയുടെയും ഒപ്പം നിരവധി സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ വർഷാവർഷങ്ങളിൽ പാലിയേറ്റീവ് കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള വിഭവ സമാഹരണം നടക്കാറുണ്ട്. ഇതിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ, ജനപ്രതിനിധികൾ, ചെയർപേഴ്സൺ ഉൾപ്പെടുന്ന വിപുലമായ സംഘം വളാഞ്ചേരിയിൽ ക്യാമ്പയിൻ നടത്തുന്നത്. സാമ്പത്തിക സമാഹരണത്തിനപ്പുറം പാലിയേറ്റീവ് കൂട്ടായ്മകളിലേക്ക് ആളുകളെ അണിചേർക്കുക എന്നതാണ് ഈ ക്യാമ്പയിന്റെ ലക്ഷ്യം. നമുക്കറിയാം, കഴിഞ്ഞ 4 നൂറ്റാണ്ടായിട്ട് മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ ഇത്തവണത്തിൻ്റെ സന്ദേശം സമഗ്രമായ പാലിയേറ്റീവ് കെയറിൻ്റെ പരിചരണം അയൽപക്ക കൂട്ടായ്മകളിലൂടെ എന്നുള്ളതാണ്. അതായത് നാട്ടിലെ കുറച്ച് പാലിയേറ്റീവ് വളണ്ടിയർമാരും അല്ലെങ്കിൽ അതിൻ്റെ ക്ലിനിക്കും സൊസൈറ്റിയും മാത്രം പോരാ, പൊതുസമൂഹമാകെ ഇറങ്ങി തിരിച്ചുകൊണ്ട് കിടക്കുന്ന മനുഷ്യരെ, പ്രയാസമനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ ആവശ്യമായ സംവിധാനത്തിലേക്ക് പാലിയേറ്റീവ് കെയർ വരണം. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് എല്ലാ കലാലയങ്ങളിൽ, അതുപോലെ തന്നെ ടൗണുകളിൽ, മറ്റെല്ലാ മേഖലകളും തന്നെ വിപുലമായ അതിൻ്റെ ക്യാമ്പയിനും
അതോടൊപ്പം തന്നെ വിഭവ സമാഹരണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിലും പാലിയേറ്റീവ് കെയറിന് പൈസ കൊടുക്കാൻ സദാ സന്നദ്ധരായിരിക്കുന്ന ഒരുപാട് മനുഷ്യ സ്നേഹികളെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സാമ്പത്തിക സമാഹരണത്തിനപ്പുറം ഇതിലേക്ക് ആളുകളെ ഇതിൻ്റെ ഒപ്പം അണിനിരക്കാൻ ആളുകളെ കൊണ്ടുവരിക എന്നുള്ളൊരു മഹത്തായ ലക്ഷ്യം കൂടിയുണ്ട്. അപ്പോൾ പൊതുസമൂഹത്തോട് പറയാനുള്ളത്, നാളെ നിങ്ങളുടെ വീട്ടിലേക്കും ഈ പരിചരണം വേണ്ടി വരും. നമ്മുടെയൊക്കെ വീട്ടിലേക്ക് ഈ വണ്ടി വരില്ല എന്നുള്ള ധാരണ ആർക്കും വേണ്ട. അപ്പോൾ കിടന്നു പോയാൽ ചേർത്ത് പിടിക്കാൻ അതിന് പാലിയേറ്റീവ് കെയർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അതിനെ കൂടെ നിൽക്കുക, അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ് പാലിയേറ്റീവ് കെയറിൻ്റെ ദിനമായ ഈ ജനുവരി 15-ന് പൊതുസമൂഹത്തോട് പറയാനുള്ളത്. വരും ദിവസങ്ങളിലും വിഭവ സമാഹരണ ക്യാമ്പയിൻ തുടരുമെന്ന് നഗരസഭാ അധ്യക്ഷ അടക്കമുള്ളവർ വ്യക്തമാക്കി. പാലിയേറ്റീവ് കൂട്ടായ്മയ്ക്കൊപ്പം നിന്ന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കവെ പീരുമേട് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി നിർണയത്തിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അഭിപ്രായങ്ങളാൽ നിറയുന്നു. തങ്ങൾക്ക് പീരുമേട്ടിൽ നിന്നുമുള്ള സ്ഥാനാർത്ഥി മതിയെന്ന അഭിപ്രായമാണ് ഏറെയും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുവാനിരിക്കവെ പീരുമേട് നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി നിർണയത്തിൽ സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ അഭിപ്രായങ്ങളാൽ നിറയുന്നു. തങ്ങൾക്ക് പീരുമേട്ടിൽ നിന്നുമുള്ള സ്ഥാനാർത്ഥി മതിയെന്ന അഭിപ്രായമാണ് ഏറെയും. സംസ്ഥാനം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടുവാൻ ഒരുങ്ങുമ്പോൾ പീരുമേട് നിയോജകമണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള വാദങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ നിറയുന്നത്. KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പോലോസ്, DCC പ്രസിഡന്റ് CP മാത്യു, അലോഷ്യസ് സേവ്യർ എന്നീ പ്രമുഖരുടെ പേരുകൾ അവ്യക്തമായി ഉയർന്നു വന്നതോടെയാണ് പീരുമേടുകാരൻ തന്നെ മത്സരിക്കാൻ മതിയെന്ന ആവശ്യം സോഷ്യൽ മീഡിയകളിൽ ചർച്ചാ വിഷയം ആയത്. എത്ര മുതിർന്ന നേതാവാണെങ്കിലും കെട്ടിയിറക്കുന്ന UDF സ്ഥാനാർത്ഥിയെ പീരുമേട്ടിലേക്ക് വേണ്ട, പീരുമേട്ടിൽ ടൂറിസ്റ്റ് സ്ഥാനാർത്ഥി വേണ്ട, ഇവിടെ ഉള്ളവർ മതി, UDFന് പീരുമേടുകാരൻ തന്നെ മതി. പുറത്തുനിന്നും ആളുകളെ പരിഗണിച്ചാൽ വെറുതെ ഒരു സീറ്റ് നഷ്ടപ്പെടും. നിയോജകമണ്ഡലത്തിൽ കഴിവും പ്രാപ്തിയുമുള്ള നേതാക്കൾ ഉള്ളപ്പോൾ എന്തിനാണ് പുറത്തുനിന്നുമുള്ള ആളുകളെ കൊണ്ടുവരുന്നത് തുടങ്ങിയ പരാമർശങ്ങളാണ് സോഷ്യൽ മീഡിയകളിൽ ഉയർന്നു വരുന്നത്. നിലവിൽ 2 തവണ മത്സരിച്ച് തോൽവി ഏറ്റുവാങ്ങിയ അഡ്വക്കേറ്റ് സിറേഖ് തോമസ് ആവും പീരുമേട്ടിൽ മത്സരിക്കുക എന്ന പരാമർശങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ മൂന്നാമതൊരു തോൽവി കൂടി ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന ആശങ്കയും UDF നേതൃത്വത്തിലുണ്ടെന്നും അഭ്യൂഹങ്ങളുണ്ട്. ഇതിന് പരിഹാരമെന്ന നിലയിൽ കഴിഞ്ഞ 25 വർഷക്കാലവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ തോൽവി അറിയാതെ മത്സരിച്ചു വിജയിച്ച DCC ജനറൽ സെക്രട്ടറിയും KPW യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ ഷാജി പൈനടത്തിനെ മത്സരിപ്പിക്കണമെന്ന ആശയവും സംസാര വിഷയം ആവുകയാണ്. അതോടൊപ്പം പീരുമേട്ടിൽ നിന്നുമുള്ള നേതാക്കളെ പുറത്തുള്ള മണ്ഡലത്തിൽ പരിഗണിക്കാറുണ്ടോ എന്ന ചോദ്യവും സോഷ്യൽ മീഡിയകളിൽ ഉയരുന്നുമുണ്ട്. VBC ന്യൂസ്, പീരുമേട്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കലാമേളയ്ക്ക് മുന്നോടിയായി വിളംബര ജാഥ നടത്തി. നിരവധി വ്യക്തികൾ റാലിയിൽ അണിനിരുന്നു. KGOA-യുടെ വജ്ര ജൂബിലി വർഷത്തിൽ നടക്കുന്ന കലാമേളയ്ക്ക് നാളെ തൊടുപുഴ അല്ലസർ കോളേജിൽ തിരിതെളിയും. ജനുവരി 18-ന് സമാപിക്കും. വിശിഷ്ട വ്യക്തികൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് മത്സരങ്ങൾ നടത്തുന്നത്. KGOA 7ാമത് സംസ്ഥാന കലാമേള നാളെയും മറ്റന്നാളുമായി തൊടുപുഴയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നു. KGOA 7ാമത് സംസ്ഥാന കലാമേളയുടെ വിളംബരം അറിയിച്ചുകൊണ്ട് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നു. KGOA 7ാമത് സംസ്ഥാന കലാമേളയുടെ വിളംബരം അറിയിച്ചുകൊണ്ടുള്ള വിളംബരമായി
CV വർഗീസ്, സന്മാർഗ സമിതി ചെയർപേഴ്സൺ സഖാവ് KP മേരി, ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സഖാവ് മുഹമ്മദ് ഫൈസൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കും. KGOA സംസ്ഥാന ട്രഷറർ സഖാവ് A ബിന്ദു ഉദ്ഘാടന സമ്മേളനത്തിൽ മുണ്ടൻമുടി സെന്റ് മേരീസ് പള്ളിയിൽ തിരുനാളിന് തുടക്കമായി. പള്ളി വികാരി ഫാദർ പോൾ ആക്കപ്പടിക്കൽ കൊടിയേറ്റ് നടത്തി. ഫാദർ സ്കറിയാക്കുന്നത് ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകി. ജനുവരി 18 വരെയാണ് തിരുനാൾ. തിരുനാൾ ദിവസങ്ങളിൽ ലദ്ദീഞ്ഞ്, ആഘോഷമായ തിരുനാൾ കുർബാന, പ്രദക്ഷിണം തുടങ്ങിയ വിവിധ ചടങ്ങുകളും കലാപരിപാടികളും ഉണ്ടായിരിക്കും. മുണ്ടൻമുടി സെന്റ് മേരീസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി. കൊടിയേറ്റ്, തിരുസ്വരൂപ പ്രതിഷ്ഠ എന്നിവയ്ക്ക് റവറന്റ് ഫാദർ പോൾ ആക്കപ്പടിക്കൽ നേതൃത്വം നൽകി. തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാന, നൊവേന എന്നിവ നടന്നു. ഫാദർ സ്കറിയാക്കുന്നത്ത് നേതൃത്വം നൽകി. തിരുനാളാഘോഷത്തോട് അനുബന്ധിച്ച് 17-ന് വൈകിട്ട് 4:15-ന് ലദ്ദീജ്, ആഘോഷമായ തിരുനാൾ കുർബാന റവറന്റ് ഫാദർ മിനേഷ് പുത്തൻപുരയിൽ നയിക്കും. സന്ദേശം റവറന്റ് ഫാദർ സിജോ കൊച്ചുമുണ്ടൻമലയിൽ നൽകും. തുടർന്ന് പ്രദക്ഷിണം. 18-ന് രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാന, വൈകിട്ട് 4:15-ന് ലദ്ദീഞ്ഞ്, ആഘോഷമായ തിരുനാൾ കുർബാന റവറന്റ് ഫാദർ സിൻഡോ ആലുങ്കൽ നയിക്കും. സന്ദേശം റവറന്റ് ഫാദർ അജോയ് വലിയമാലിൽ നൽകും. തുടർന്ന് കപ്പിലാഞ്ചുവട് ഭാഗത്തേക്ക് പ്രദക്ഷിണം. 7:45-ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവയാണ് തിരുനാൾ ചടങ്ങുകൾ. കൂടാതെ വിവിധ കലാപരിപാടികളും തിരുനാൾ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും. 17-ന് വൈകിട്ട് 8:30-ന് മ്യൂസിക്കൽ ഫ്യൂഷൻ ഷോ. മുതലക്കോടം കോർ ഓഫ് മ്യൂസിക് അക്കാദമിയുടെ പ്രകടനവും ഉണ്ടായിരിക്കും. 18-ന് രാത്രി 8:15-ന് പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റ് മഹേഷ് കുഞ്ഞുമോൻ, മഴവിൽ മനോരമ ഫെയിം ഷാജി മാവേലിക്കര, വിനോദ് കുറിയന്നൂർ എന്നിവർ ചേർന്ന് നയിക്കുന്ന കോമഡി ഷോയും ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, മുണ്ടൻമുടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SNDP യോഗം കാഞ്ഞിരപ്പറ്റ ശാഖയുടെ ഗുരുദേവ മന്ദിരത്തിലെ ശ്രീനാരായണ ഗുരുവിന്റെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ 18-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മൂലമറ്റം സെന്റ് ജോസഫ് കോളേജിൽ ദേശീയ വിദ്യാഭ്യാസ ഫെസ്റ്റ് തുടക്കമായി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പ്ലൈവുഡ് വ്യവസായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ വനം വന്യജീവി വകുപ്പ് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി യോഗം ചേർന്നു. നരകത്തിയിൽ വെന്തു മരിക്കണമെന്ന ശാപവാക്ക് ചൊരിഞ്ഞവർ മാണിസാറിന് സ്മാരകം പണിയാൻ സ്ഥലം അനുവദിച്ചത് സന്തോഷകരമെന്ന്
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 91ാം വാർഷികാഘോഷം നടത്തി. പി ജി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.